വെൽക്കം ടു ലെനിനോ. നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML-ന്റെ MCQs ആണ്. So let's get started. First question ആണ് XML stands for. XML എന്തിനെയാണ് ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. First one, option A, extensible mask language. Option B, extensible markup language. Option C, extended markup language. And option D is extension markup language. ഏതാണ്? എക്സ്റ്റെൻസിബിൾ മാസ്ക് ലാംഗ്വേജ് ആണോ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണോ, അതോ എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണോ, അതോ എക്സ്റ്റൻഷൻ മാർക്കപ്പ് ലാംഗ്വേജ് ആണോ? ഏതാണ് XML എന്ന് പറയുന്നത്? XML എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML പോലെ തന്നെയാണ് ഇതും ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. പക്ഷെ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. എന്താണ്? എക്സ്റ്റെൻസിബിൾ markup language. അപ്പോൾ XML stands for extensible markup language. Option B ആണ്. Question number 2. The tag that is used to create a hypertext relationship between the current document and another URL is. അതായത് ഏത് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറന്റ് ഡോക്യുമെന്റും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു URL-ഉമായിട്ട് ഒരു ഹൈപ്പർടെക്സ്റ്റ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ is index tag, option B a tag, option C link tag and option D is none of these. ഏതായിരിക്കും? ഏത് ടാഗ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ URL ഡോക്യുമെന്റുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? ബൈ യൂസിങ് ലിങ്ക്. നമ്മൾ ലിങ്ക്സ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഏതാ ടാഗ് എന്ന് പറയുന്നത്? ലിങ്ക്. നമ്മൾ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് URL-ഉം അതുപോലെ തന്നെ ഡോക്യുമെന്റുമായിട്ട് നമ്മളൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടാഗ് ക്രിയേറ്റ്സ് എ നമ്പർ ഓർ ഓർഡേർഡ് ലിസ്റ്റ്? നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ UL, ഓപ്ഷൻ ബി OL, ഓപ്ഷൻ സി OT ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദീസ്. ഈ തന്നിരിക്കുന്നത് ഏത് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? നമ്മൾ ലിസ്റ്റ് ടാഗ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏതോ ഒരു ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓർഡറിൽ നമുക്ക് ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഏതാണ് ടാഗ് എന്ന് പറയുന്നത്? OL, ഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ലിസ്റ്റിന്റെ ഓർഡർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ ആൽഫബറ്റ് ആണ്, നമ്മൾ പിന്നെ നെയിംസ് ആണെന്നുണ്ടെങ്കിൽ ആൽഫബറ്റ്സിന്റെ ആ ഒരു വൈസിലായിരിക്കും ഓർഡർ ചെയ്തിട്ട് നമുക്ക് വരിക. നിങ്ങൾ നമ്പേഴ്സ് ആണ് നമ്മൾ ലിസ്റ്റിനകത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും ഈ പറയുന്ന ലിസ്റ്റുകൾ പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി OL ആണ്. Dash is used to insert background sound in web pages. വെബ് പേജസിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ PG സൗണ്ട്, ഓപ്ഷൻ ബി ഓഡിയോ, ഓപ്ഷൻ സി ആങ്കർ ആൻഡ് ഓപ്ഷൻ ഡി is PG കളർ. ഇതിൽ ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമ്മൾ വെബ് പേജസിലേക്ക് ഇൻസേർട്ട് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് PG സൗണ്ട് ആണ് കേട്ടോ. HTML stands for. HTML എന്താണ് എന്നാണ് ചോദിച്ചത്. അതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ്? ഹൈ ടെക്സ്റ്റ് മെഷീൻ ലാംഗ്വേജ്, ഓപ്ഷൻ ബി ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക് മാർക്കപ്പ് ലാംഗ്വേജ്, ഓപ്ഷൻ സി ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദീസ്. അപ്പൊ ഇതിൽ HTML-ന്റെ ഫുൾ ഫോം എന്താണ്? ഹൈ ടെക്സ്റ്റ് മെഷീൻ ലാംഗ്വേജ് ആണോ? അല്ല. ഓപ്ഷൻ ബി ഹൈപ്പർ ടെക്സ്റ്റ് ആൻഡ് ലിങ്ക്സ് മാർക്കപ്പ് ലാംഗ്വേജ് ആണോ? അല്ല. ഓപ്ഷൻ സി ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണോ? കറക്റ്റ് ആണ് അല്ലേ? സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് കേട്ടോ. The correct sequence of HTML tags for starting a web page is. അതായത് വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് HTML ടാഗിന്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് എങ്ങനെയായിരിക്കും വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹെഡ്, ടൈറ്റിൽ, HTML, ബോഡി. ഓപ്ഷൻ ബി HTML, ബോഡി, ടൈറ്റിൽ, ഹെഡ്. And option C HTML, head, title, body. And option D is HTML, doc type, title, body. ഇതിൽ ഏതാണ് കറക്റ്റ് സീക്വൻസ് ഫോർ പ്ലേസിംഗ് ദിസ് HTML ഫോർ സ്റ്റാർട്ടിംഗ് എ വെബ് പേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്?
എങ്ങനെയായിരിക്കും ഉണ്ടാവുക? വാട്ട് വിൽ ബി ദ കറക്റ്റ് ഫോം ഓഫ് ഹാവിങ് an HTML? HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി അല്ലേ? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following tag is used for inserting the largest heading in the HTML? HTML ഏറ്റവും ലാർജസ്റ്റ് ഹെഡിങ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഏത് ടാഗ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ H3, ഓപ്ഷൻ ബി H1, ഓപ്ഷൻ സി H5 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് H6. ഇതിൽ ഏതായിരിക്കും ലാർജസ്റ്റ് ഹെഡിങ്ങിന് വേണ്ടി നമ്മൾ HTML യൂസ് ചെയ്യുക? ആൻസർ എന്ന് പറയുന്നത് H1 ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ക്രിയേറ്റ് അൺഓർഡേർഡ് ലിസ്റ്റ് ഇൻ HTML? HTML അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടാഗ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ്. ഓപ്ഷൻ എ UL, ഓപ്ഷൻ ബി OL, ഓപ്ഷൻ സി LI ആൻഡ് ഓപ്ഷൻ ഡി ഈസ് I ടാഗ്. ഏത് യൂസ് ചെയ്തിട്ട് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? UL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? OL എന്ന് പറഞ്ഞാൽ എന്താ? LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? I എന്ന് പറയുന്നത് അല്ല. I എന്ന് പറയുന്നത് നമ്മൾ ഇന്റന്റ് അല്ലെങ്കിൽ എന്താ പറയാ ഇറ്റാലിക് റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ I യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റാലിക് സ്റ്റൈലിൽ നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് I ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി LI ടാഗ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ ലിസ്റ്റ്, ഐറ്റം ലിസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി OL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിനെ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OL ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് കോൾഡ് ആസ് ഓർഡേർഡ് ലിസ്റ്റ്. പിന്നെ ഉള്ളത് UL എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അൺഓർഡേർഡ് ലിസ്റ്റ്. നിങ്ങൾ എന്ത് കൊടുത്തോ അത് ജസ്റ്റ് വെറുതെ ബുള്ളറ്റ്സ് ഒക്കെ കാണിച്ചിട്ട് ആ ലിസ്റ്റിനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്ഷൻ എ UL ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ഇൻസേർട്ട് ആൻ ഇമേജ് ഇൻ HTML? HTML-നകത്ത് എങ്ങനെ നമുക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടാഗിനകത്ത് ഇമേജ് img href is equal to എന്താണോ അത് .png സ്ലാഷ്. ഓപ്ഷൻ ബി img url is equal to abc.png സ്ലാഷ് അത്. അടുത്തത് img link is equal to abc.png എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ, അതോ img src is equal to abc.png ആയിരിക്കും? നമ്മൾ പറഞ്ഞു ഇമേജ് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ കൂടെ അതിന്റെ സോഴ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. സോ ഇവിടെ കറക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? src ആണ് അല്ലേ? സോ ഇമേജ് src is equal to abc.png. ഇങ്ങനെയാണ് എന്ത് വരിക? അതിന്റെ ഇമേജ് നമ്മൾ ഒരു HTML വെബ് പേജിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഏത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അണ്ടർലൈൻ ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ I ടാഗ് ആണോ? ഓപ്ഷൻ ബി UL ആണോ? ഓപ്ഷൻ സി U ആണോ? അതോ ഓപ്ഷൻ ഡി പ്രീ ആണോ? ഇതിൽ ഏത് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി U ടാഗ് ഇട്ടിട്ടാണ് നമ്മൾ അണ്ടർലൈന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ MCQs. താങ്ക് യു.